ക്ഷേത്രങ്ങൾക്ക് ചുറ്റും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് ചുറ്റും കൊളുത്തിയിട്ട ചരടിന്മേലാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെ ഇതിന്റെ അറ്റം മുഴുവനും ഇവർ പിടിപ്പിച്ചു വെച്ചേക്കുക. നമ്മൾ ചർച്ച ചെയ്ത കുംഭമേളയുടെ ഒരു പ്രശ്നം അതാണ്. അപ്പോ ആ ചർച്ചയ്ക്കെതിരെ ഒരേ തരത്തിലുള്ള ആക്രമണമാണ് ഇടതുപക്ഷത്തിന്റെയും സംഘപരിവാറിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരേ വിഷയത്തിൽ ഒരേ പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്ത എതിർപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളത് പ്രതീക്ഷിച്ചതല്ല. സംഘപരിവാറിൽ നിന്നുണ്ടാവുന്ന അറ്റാക്ക് കുംഭമേളയ്ക്കെതിരെ സംസാരിച്ചാൽ ഉണ്ടാവുന്ന ഈ കാലത്ത് ഇരുന്നിട്ടും നമ്മൾ വ്യാജമായി പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് സംഘപരിവാറിനോളം തന്നെ ആക്രമിക്കപ്പെട്ടത് ഇടതുപക്ഷം CPI ഹാൻഡിലുകളിൽ നിന്നാണ് ഏറ്റവും വലിയ ഭാഷ പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള അറ്റാക്ക് വന്നത്. ഈ ഹിന്ദുത്വ അന്തരീക്ഷ വ്യാപനം അത് ചിഹ്നങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, വേഷങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, ആഭരണങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്, സാംസ്കാരികമായിട്ടുള്ള പരിപാടികളിലൂടെ കലയിലൂടെ സംഭവിക്കുന്നുണ്ട്, ടെലിവിഷനുകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ ആർട്ടിലെ എല്ലാ ഫോമിലൂടെ അതിനൊക്കെ പ്രതിഫലനം എന്നോണം സർക്കാരിൽ നിന്നും അയ്യപ്പ സംഗമം, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ചങ്ങാത്തം, കുംഭമേളയ്ക്കെതിരായ നിശബ്ദത, ഏറ്റവും ഒടുവിൽ പൊങ്കാല. ഇപ്പോ രസകരമായ ഒരു സംഗതി എന്താ വെച്ചാല് തിരുവനന്തപുരം നഗരത്തില് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു പരിപാടി നടത്തുമ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഭരണസമിതിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ചുമതലയാണ്. അതിനകത്തൊരു തർക്കവും ഒരു ആളുകൾ കൂടുന്ന സമയത്ത്. ഇപ്പൊ BJPയുടെ ഒരു എന്താ പറയാ ഭരണത്തിലാണ് തിരുവനന്തപുരം. അതിനകത്തെ ഒരു വൈരുദ്ധ്യം ആലോചിച്ച് നോക്കും. ഇത്രയും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു മതപരമായ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു ഉത്സവ നടത്തിപ്പ് നടത്തി ഒരു ഇടതുപക്ഷ കോർപ്പറേഷൻ നടത്തി 5ാമത്തെ കൊല്ലം കഴിഞ്ഞപ്പോ അത് നടത്താൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ആളുകള് അത് റോഡ് വൃത്തിയാക്കലോ അതിന്റെ ഇഷ്ടിക ഉപയോഗിച്ച് വീട് വെക്കലോ അല്ല അതിന്റെ രാഷ്ട്രീയം. അത് നിങ്ങളെ കൊണ്ട് നടത്തിച്ചിട്ട് ഏറ്റവും അവസാനം പരികർമ്മിയായിട്ട് ആരും മാറി ഈ പറയുന്ന കോർപ്പറേഷൻ ഇപ്പൊ BJPയുടെ കയ്യിലായിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഭവം കൂടിയിട്ടാണ്. ഇതൊരു തിരിച്ചറിവ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം.